നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 7. ആദ്യം നേരിട്ട് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റത് മുതൽ അല്ലിക്കാകെ വെപ്രാളമായിരുന്നു. പോവാൻ റെഡിയായി താഴേക്ക് വന്നതും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിരുന്നു. അവളും ചെന്നിരുന്നു. അതില്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ലി പറഞ്ഞത് കേട്ട് എല്ലാവരും അവളെ നോക്കി. ഇന്നലെ ആദ്യ സാർ വിളിച്ചിരുന്നു. എന്നോട് ഇന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു. ആണോ? എന്നിട്ട് എപ്പോഴാണ് പോകുന്നത്? അച്ഛൻ ചോദിച്ചു. അത് സമയവും സ്ഥലവും മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞു. അതാണോ കൊച്ചിന് രാവിലെ മുതൽ തന്നെ വെപ്രാളം? ചെറിയമ്മ അവളെ കളിയാക്കി. അങ്ങനെയൊന്നുമില്ല ചെറിയമ്മ, പിന്നെ ചെറുതായൊരു പേടിയുണ്ട്. അതിപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോവല്ലേ, അതാവും, അല്ലി ചമ്മലോടെ പറഞ്ഞു. ആയിക്കോട്ടെ, കല്യാണം ഉറപ്പിച്ചിട്ടേ തിരിച്ചു വരാവും കേട്ടോ. ഞങ്ങൾക്ക് ചെക്കനെ അങ്ങ് ഇഷ്ടമായിപ്പോയി, അതാണ്. അലിയുടെ മുഖം വാടിപ്പോയി. ഇനി എന്നെ ഇഷ്ടമല്ലെങ്കിലോ? ഇവരുടെയൊക്കെ സന്തോഷമില്ലാതാവില്ലേ? അവൾ ഓർത്തു. അവളുടെ ഭാവമാറ്റം ശ്രദ്ധിച്ച എനിക്ക് അവളുടെ ചിന്തകളിൽ പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അല്ലി, നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. നിന്റെ സമ്മതമില്ലാതെ നിന്റെ വിവാഹം നടത്തില്ല. അതിപ്പോൾ ഞങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട ആളായാലും, അനി പറഞ്ഞു. അനിയുടെ വാക്കുകൾ എല്ലാവരും പുഞ്ചിരിയോടെയാണ് കേട്ടത്. അല്ലിയിൽ അത് വലിയൊരു ആശ്വാസം ഉണ്ടാക്കി. അല്ലി, ഞങ്ങൾക്ക് പോലീസിന് ഇഷ്ടമാണ്, കണ്ണനും ഒപ്പവും ഒരുമിച്ച് പറഞ്ഞു. അല്ലി അവരെ സ്നേഹത്തോടെ നോക്കി. എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും മയക്ക് വെച്ചേക്കുവാ IPS. പൊതുവെ മൊബൈൽ സ്കൂളിൽ വെച്ച് ഉപയോഗിക്കാത്ത അല്ലി അന്ന് ആദ്യമായിട്ടാവും ഇത്ര നേരം മൊബൈൽ ശ്രദ്ധിക്കുന്നത്. ഓരോ തവണ നോക്കുമ്പോഴും അവന് മെസ്സേജ് ഇല്ലെന്ന് കാണുമ്പോൾ തന്നിലുണ്ടാകുന്ന നിരാശ അവൾ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. അത് പക്ഷേ അവൾ ഭയമാണ് ഉണ്ടാക്കിയത്. ഒരു ഉറപ്പുമില്ലാതെ മനസ്സെന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഭയത്തോടെ അവൾ തിരിച്ചറിഞ്ഞു. ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയത്താണ് മൊബൈലിൽ ഒരു മെസ്സേജ് ടോൺ കേട്ടത്. തട്ടി പറിക്കുന്നത് പോലെയാണ് അവൾ മൊബൈലെടുത്തത്. അവൾ ഊഹിച്ചതുപോലെ തന്നെ ആദ്യയുടെ മെസ്സേജായിരുന്നു. അവളത് ഓപ്പൺ ചെയ്ത് നോക്കി. ബീച്ചിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരായിരുന്നു മെസ്സേജ് ചെയ്തിരുന്നത്. അവളത് വായിച്ചുകൊണ്ടിരിക്കെ തന്നെ ഫോണിൽ അവൻ്റെ കോളും വന്നു കഴിഞ്ഞിരുന്നു. അവളത് അറ്റൻഡ് ചെയ്തു. കൃതി. ഫോൺ എടുത്തതും ഗംഭീര്യമുള്ള ആ ശബ്ദം. ആദ്യമായിട്ടാണ് ഒരാൾ അവളെ അങ്ങനെ വിളിക്കുന്നത്. ഇന്നലെയും ആ വിളിയിൽ അവൾ പകച്ചു പോയിരുന്നു. അവൻ്റെ ശബ്ദത്തിൽ തൻ്റെ പേര് കേൾക്കാൻ എന്ത് ഭംഗിയാണ് എന്ന് അവൾ ഓർത്തു. കൃതി, ആയുധേ? അവളുടെ ശബ്ദം കേൾക്കാതെ അവൻ പിന്നെയും ചോദിച്ചു. അവൾ നെറ്റിയിൽ സ്വയം ഒരു അടി കൊടുത്തു. അവൾ എന്ത് ഓർത്തിട്ടുണ്ടാകും ആവോ. യെസ്, പറഞ്ഞോളൂ, അവൾ പറഞ്ഞു. ടെക്സ്റ്റ് മെസ്സേജ് കിട്ടിയില്ലേ? അവൻ ചോദിച്ചു. കിട്ടി. സ്കൂൾ ടൈം കഴിയുന്നത് 4 PM അല്ലേ? ഞാൻ 4:30 ആകുമ്പോൾ അവിടെ ഉണ്ടാവും. കൃതി പതുക്കി എത്തിയാൽ മതി. ഇറ്റ്സ് ഓക്കെ, അപ്പോഴേക്ക് ഞാനും എത്താം. ഓക്കെ കൃതി, ബൈ. ബൈ. അവൻ ഫോൺ വെച്ചതും അവൾ ഫോണിലേക്ക് നോക്കി ഇരുന്നു പോയി. ഇതെന്ത് മായാജാലമാണ്! ആൾ വിളിക്കുമ്പോൾ തനിക്ക് എന്താ പറ്റുന്നത്? അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചിന്തകൾ എങ്ങോട്ടേക്കോ മാറിപ്പോകുന്നു. അവൾക്ക് വട്ടാവുന്നത് പോലെ തോന്നി. ഇങ്ങനെ തന്നെയാവും എല്ലാവരെയും മയക്കിയത്. ശരിക്കും മായാജാലക്കാരൻ തന്നെ, അവൾ ഉറപ്പിച്ചു. ക്ലാസ് കഴിഞ്ഞതും അവളൊരു ക്യാബ് ബുക്ക് ചെയ്തു. സാധാരണ ബസ്സിലാണ് തിരികെ പോകുന്നത്. ഇന്ന് പക്ഷേ വേഗം എത്താനായി ക്യാബ് ബുക്ക് ചെയ്യാനാണ് തോന്നിയത്. ക്യാബ് വന്നതും അവൾ ഓടിച്ചെന്ന് കയറി. ഇവിടെ നിന്ന് 15 മിനിറ്റ് എടുക്കും. അവൾ മൊബൈലെടുത്ത് ഓരോന്ന് നോക്കിയിരുന്നു. പെട്ടെന്ന് അവളുടെ മൊബൈലിൽ അവൻ്റെ കോൾ വന്നു. അവൾ വേഗം അറ്റൻഡ് ചെയ്തു. കൃതി എത്തിയോ? ഇല്ല, വരുന്നേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. ഇറ്റ്സ് ഓക്കെ സർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അല്ലി എത്തി അവിടെ ഒരു സീറ്റിൽ വെയിറ്റ് ചെയ്തു. കുറേ നേരം കടലിൽ നോക്കിയിരുന്നെങ്കിലും പിന്നെ ബോറടിച്ചപ്പോൾ മൊബൈലെടുത്ത് നോക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞതും പെട്ടെന്ന് ആരോ വന്ന് തനിക്കടുത്തിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തല ഉയർത്തി നോക്കിയതും അവിടെ ഇരുന്നിരുന്ന ആളെ കണ്ട് അവളൊന്ന് പതറി. വിക്ടർ എന്താ ഇവിടെ? അവൾ ചെറിയൊരു ചിരിയോട് ചോദിച്ചു. അതെന്താ, നമ്മളൊന്നും ഇവിടെ വരാൻ പാടില്ലെന്നുണ്ടോ? അവനും കളിയാക്കി.
അങ്ങനെയൊന്നുമില്ല, കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. ഒറ്റയ്ക്കേ ഉള്ളൂ? അവൾ ചോദിച്ചു. അത് നന്നായില്ലേ, ഇതിപ്പോൾ അല്ലിക്കൊരു കമ്പനി തരാലോ. അല്ലി ഒറ്റയ്ക്കല്ലേ. അല്ലി ഒന്ന് വിളറി. വിക്ടർ ആലിയുടെ കസിനാണ്. കുറച്ച് നാളായി അല്ലി ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെയുണ്ട്. കല്യാണം ആലോചിച്ച് പോലും വന്നു. അല്ലിക്കും ആലിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോഴും പുറകെ നടക്കുകയാണ്. അവൻ്റെ സംസാരം കേട്ട് അല്ലി ആകെ വല്ലാതായി. വിക്ടർ, ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യാണ്. ആണോ? ആരാ ആൾ? ഞാനും കൂടി കാണട്ടെ. അല്ലി ആരെയാ വെയിറ്റ് ചെയ്യുന്നതെന്ന്. അവൻ സീറ്റിലേക്ക് ചാഞ്ഞങ്ങിരുന്നു. അല്ലി ചുറ്റും നോക്കി. പെട്ടെന്ന് ദൂരെ നിന്ന് ആദ്യം വരുന്നത് കണ്ടതും അല്ലിക്ക് ആശ്വാസമായി. അവനെ കണ്ടതിൽ പിന്നെയാണ് അവളൊന്ന് ശ്വാസം വിട്ടത് തന്നെ. കൃതി. സീറ്റിൻ്റെ അടുത്തെത്തിയതും ആദ്യം അവളെ വിളിച്ചു. യൂണിഫോമിലായതുകൊണ്ട് പലരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും വിക്ടർ ചാടി എഴുന്നേറ്റു. എന്താ സാർ, എനി പ്രോബ്ലം? നീയാണ് പ്രോബ്ലം എന്ന് പറയാനാണ് അല്ലിക്ക് തോന്നിയത്. അല്ലി, സാറിന് ഇവിടെ ഇരിക്കാനാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് അപ്പുറത്തേക്ക് മാറിയിരിക്കാം, വിക്ടർ പെട്ടെന്ന് പറഞ്ഞു. അല്ലി അവനെ അന്തം വിട്ട് നോക്കിപ്പോയി. പിന്നെ ടെൻഷനിൽ ആദ്യയും. അവൻ എന്തെങ്കിലും വിചാരിക്കുമോ എന്നവൾ ഭയന്നു. കൃതി, ഇതാരാ? ആദ്യം ചോദിച്ചു. ആദ്യയുടെ ചോദ്യം കേട്ട് വിക്ടർ ഒന്ന് ഞെട്ടി. ഇവർ തമ്മിൽ അറിയുമോ? അവൻ ഓർത്തു. ആലിയുടെ കസിനാണ്, ഇവിടെ വെച്ച് കണ്ടതാ, അവൾ ആദിയോട് പറഞ്ഞു. ഹായ് സർ, ഐ എം വിക്ടർ. ഞാൻ അല്ലിയെ കല്യാണം ആലോചിക്കുക, വിക്ടർ പെട്ടെന്ന് പറഞ്ഞു. അല്ലി ഞെട്ടി വിക്ടറിനെ നോക്കി. ആദ്യം അല്ലിയെ നോക്കിയതും അവളുടെ മുഖത്ത് ഞെട്ടൽ കണ്ട് അവൻ എന്തൊക്കെയോ മനസ്സിലായി. അവൻ ചിരിയോടെ വിക്ടറിനെ നോക്കി. ഹായ് വിക്ടർ, ഐ എം ആദിദേവ്, കൃതിയുടെ വുഡ്ബിയാണ്. ആദ്യ വിക്ടറിന് നേരെ കൈ നീട്ടി.